16 നിയമസഭാ മണ്ഡലങ്ങളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഇതെന്താ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് നിയമസഭയുടെ കാര്യം പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. കാര്യമുണ്ട്. മലപ്പുറം ജില്ലയിലെ 16 MLA-മാരിൽ 12 പേരും നേരത്തെ തദ്ദേശ ജനപ്രതിനിധികളായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞത്. ചെറുതും വലുതുമായ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, മത്സരിച്ച് ജയിച്ചിട്ടുമുണ്ട് നമ്മുടെ മലപ്പുറത്തെ നിയമസഭാ സാമാജികരിൽ ബഹുഭൂരിപക്ഷവും. 16 MLA-മാരിൽ 12 പേരും മുൻപ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ 8 പേരും മുൻ അധ്യക്ഷന്മാരായിരുന്നു. മന്ത്രിയും താനൂർ നിയമസഭാ സാമാജികനുമായ വി അബ്ദുറഹ്മാൻ മുൻപ് തിരൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണായിരുന്നു. അന്ന് ജയിച്ചത് കോൺഗ്രസ് ടിക്കറ്റിൽ. വേങ്ങര MLA-യും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം നഗരസഭാ ചെയർമാനായിരുന്നു. അദ്ദേഹം പിന്നീട് തദ്ദേശ വകുപ്പ് മന്ത്രിയുമായി. മുസ്ലിം ലീഗ് ടിക്കറ്റിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായ KT ജലീൽ ഇപ്പോൾ തവനൂരിൽ നിന്നുള്ള ഇടത് MLA-ആണ്. അദ്ദേഹവും തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. മലപ്പുറം MLA P ഉബൈദുള്ള 2 തവണ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവും ആയതിനുശേഷമാണ് PK ബഷീർ ഏറനാട് MLA ആവുന്നത്. വള്ളിക്കുന്ന് MLA P അബ്ദുൽ ഹമീദ് കീഴാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ നിലയിൽ പയറ്റിയതിനു ശേഷമാണ് TV ഇബ്രാഹിം കൊണ്ടോട്ടി MLA കസേരയിലെത്തിയത്. കോട്ടക്കൽ MLA KK ആബിദ് ഹുസൈൻ തങ്ങൾ മക്കരപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. 2 തവണ മഞ്ചേരി നഗരസഭാ ചെയർമാനായ അഡ്വക്കേറ്റ് UA ലത്തീഫാണിപ്പോൾ മഞ്ചേരി MLA. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് അംഗം, ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ നിലയിൽ സേവനമനുഷ്ഠിച്ച ആളാണ് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻകുട്ടി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പിൽ കൂടി നിലമ്പൂരിൽ വിജയിച്ചു കയറിയ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ എന്നീ ചുമതലകൾ വഹിച്ചിരുന്നു. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.